Good morning. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ കുറച്ച് നമ്മുടെ ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കാണിച്ചു തരുന്നത്. പാലക്കാട്, തൃശ്ശൂർ ഞങ്ങളുടെ ആ ഒരു ഭാഗത്തൊക്കെ അധികം കണ്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടിട്ട് ആൾക്കാർ ഇങ്ങനത്തെ ഉണ്ടാക്കുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഒരു വെള്ളപ്പയർ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു 7-8 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ ഭക്ഷണമൊക്കെ ആയി. ഇഡ്ഡലി ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, ചമ്മന്തി, ചട്നി ഇതൊക്കെ ഉണ്ടാക്കിയിട്ടോ. രാവിലത്തെ അതാണേ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ പയർ കറിയും ചോറും പിന്നെ പപ്പടം കാച്ചിയതും തോരനും ഇതുമാണ് തോരനും പപ്പടം കാച്ചിയതൊക്കെ ഉച്ചയാകുമ്പോഴേക്കും ഉണ്ടാക്കിയാൽ മതി. ഒന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടില്ല. ചോറും ഉണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ ഇത്രയും കഴിഞ്ഞു. പയർ കറി ഉണ്ടാക്കി. ഇനിയിപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട്. നമുക്ക് അടിച്ചുവാരി തുടയ്ക്കലും കുളിക്കലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അടുക്കളയിൽ കയറി പിന്നെ ചോറുണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ താല്പര്യമുള്ളവർ കാണുക. പലരും പറയാറുണ്ട് വീട്ടിൽ ഓരോന്നും ചെയ്യണതൊക്കെ ഒന്ന് കാണിച്ചുകൂടെ എന്നുള്ളതൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത്. രാവിലെ ആയതുകൊണ്ടാണ് കോലം ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ചുണ്ടിൽ ഇത്തിരി ലിപ് ബാം തേച്ചിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചായി വരുന്നുണ്ട്. തണുപ്പൊക്കെ ഒരു കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറയുന്ന സമയത്ത് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയത്ത് അസുഖങ്ങളും ഒക്കെ ഇവിടെ സാധാരണയാണ്. മോന് വയ്യ. അതുപോലെ തന്നെ എക്സാം ടൈമായി. രണ്ടുപേർക്കും ബോർഡ് എക്സാമാണ്. അതിൻ്റെ ആ ഒരു ഇതും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. എന്തായാലും നമുക്ക് നമ്മുടെ വെള്ളപ്പയർ കറി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാട്ടോ, നല്ല അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കാത്തവർ ഒരു വട്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഇവിടെ വെള്ളപ്പയർ പറഞ്ഞ വെള്ള കളറുള്ളത് കിട്ടും. നമ്മുടെ നാട്ടിലാവുമ്പോൾ കുറച്ചൊരു കളറും വ്യത്യാസത്തിലാണ്. നമ്മുടെ ഈ എന്താ പറയുക, വെള്ളപ്പയർ പറഞ്ഞ നാട്ടിലും വെള്ളപ്പയർ തന്നെ പറയുക. നമ്മുടെ പയറില്ലേ, പയറിൻ്റെ ഉള്ളിൽ മണിയാണ് ഈ വെള്ളപ്പയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ഒന്ന് കാണുക. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടത് എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വെള്ളപ്പയർ കറി കാണാം. ഇതിപ്പോൾ വെള്ളപ്പയറുണ്ടല്ലോ, അത് വേവിച്ചതാട്ടോ. അപ്പോൾ ഇത് വെള്ളപ്പയർ വേവിച്ചതിലേക്ക് ഇനി നമുക്ക് ഇടേണ്ടത് നമുക്കൊരു 2 സവോള അരിഞ്ഞതാണിത്. പിന്നെ ഒരു 3 പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യം മുളക് പൊടിയാണ്. ഞാനിപ്പോൾ കുഞ്ഞ് സ്പൂണാണ്, അപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിനിടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം പുളി കലക്കി ഒഴിക്കുക. അത് നമുക്ക് കലക്കി ഒഴിക്കാം. ഇപ്പോൾ പുളി കലക്കിയത് നമുക്കതിലേക്ക് ഒഴിക്കാം. പുളിവെള്ളം മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. തേങ്ങ നമുക്കിതിലേക്ക് അരച്ചൊഴിക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ നല്ലപോലെ അരച്ചു. ഇതിലൊന്നും ഇട്ടിട്ടില്ല. ഇത് കാരണം ഇവിടെ തണുപ്പായ കാരണം തേങ്ങ അരയ്ക്കുമ്പോൾ അങ്ങനെ മെഴുക്കായിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ കറിയത്തെ കുറച്ച് വെള്ളം ഒഴിച്ചതാട്ടോ. അതുകൊണ്ട് ഈ കളറ് മഞ്ഞ കളറ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ കറിക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഇത്ര വെള്ളം പോരാ, നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാനുള്ള കറിയാണല്ലോ. ആവശ്യത്തിന് വെള്ളവും കൂടി നമുക്ക് മിക്സി കഴുകി ഇങ്ങോട്ട് ഒഴിക്കാതിരിക്കും. ഇത് ചോറിന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ള കറിയാണ് കേട്ടോ. അതുകൊണ്ട് പുളിയൊക്കെ ഒഴിച്ച് തക്കാളി ഇടാം. ഞാനിപ്പോൾ ഒന്ന് തക്കാളി ഇട്ടില്ല എന്നുള്ളൂ, തക്കാളി ഇടാറുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ മീൻ വറുത്തതാണ് കോമ്പിനേഷൻ നല്ലതെന്ന് പറയാം. പിന്നെ നല്ല തോരനൊക്കെ നല്ല തന്നെയാണ്. മീൻ വറുത്തത് ഒത്തിരി കൂടി നല്ലതാണ്. നമുക്കപ്പോൾ ഒരിത്തിരി കൂടി വെള്ളം ഒഴിക്കുക. കാരണം അത് തിളയ്ക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. ഇപ്പോൾ കറി നല്ല പോലെ ഇതുണ്ട്, നല്ലോണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങി. തേങ്ങ ഒഴിച്ചിട്ടപ്പോൾ നമുക്ക് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ കറി റെഡിയായി. ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം. ഉള്ളിയും കടുകും ഒക്കെ ഇടണം. അപ്പോൾ ഉള്ളിയാണ് ഇതിലേക്ക് ആവശ്യം. ചെറിയ ഉള്ളി ഇടുന്നത് ഏറ്റവും നല്ലതാണ്. എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ സവോളയാണ് താളിച്ചൊഴിക്കുന്നത്. കാണിച്ചു തരാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഉലുവ, കടുക്, നമ്മുടെ കപ്പലമുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആദ്യം തന്നെ ഇതിട്ട് കൊടുക്കാം.
ഇപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുക. പക്ഷേ കടുക് ഉള്ളി താളിച്ചതിന് ശേഷം കടുക് ഇടുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഉള്ളി കടുക് പൊട്ടാൻ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. നല്ല പറയുക, നമ്മളൊരു ദിവസം സാമ്പാർ ഉണ്ടാക്കി, ഒരു ദിവസം ഈ കറി ഉണ്ടാക്കി, അങ്ങനെ ഒരു നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ദിവസം സാമ്പാർ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു മടുപ്പാവില്ലേ, ഇടയ്ക്ക് നമുക്കൊരു ചേഞ്ചൊക്കെ ആവശ്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഒന്ന് നോക്കുക. ഒരു ദിവസം മീൻ കറിയാണെന്ന് വെച്ചാൽ ഒരു ദിവസം ഇത് നമുക്ക് ദിവസം വേറെ വേറെ കറി ഉണ്ടാക്കാം. അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ, ഈ വെള്ളപ്പയറിൻ്റെ കറി. ഇതൊന്ന് മൂത്ത് വരണം ഉള്ളി. അപ്പോൾ ആ മൂത്ത് നല്ലൊരു മണം വരുമല്ലോ, ആ സമയത്താണ് നമുക്ക് ഇതിലേക്ക് കൊട്ടേണ്ടത്.